മറ്റേ ഇന്നലെ തന്നെ ബാക്കി സ്റ്റെബിലിറ്റി ഓഫ് ഫോർ വീലർ ഗൈറോസ്കോപ്പ് കഴിഞ്ഞിടത്ത് സ്റ്റെബിലിറ്റി ഓഫ് ഫോർ വീൽഡ് വെഹിക്കിൾ പിന്നെ കർവ്ഡ് പാത്ത്. നമ്മൾ കർവ്ഡ് പാത്തിൽ പോകുമ്പോൾ വെഹിക്കിളിന് സ്റ്റെബിലിറ്റി വേണമല്ലോ, അല്ലെങ്കിൽ അത് സ്കിഡ് ചെയ്ത് വീണു. അപ്പോൾ അതിന് വേണ്ടിയാണ് അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഗൈറോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യണത്. ഗൈറോസ്കോപ്പിൻ്റെ ആപ്ലിക്കേഷനാണ് ആ സ്കിഡ് ചെയ്തിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യണത്. അപ്പം അതിനാണ് ഇതാണ് ഫോർ വീൽഡ് വെഹിക്കിളിൻ്റെ ഫ്രണ്ട് പാർട്ട്, റിയൽ പാർട്ടും അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അതിൻ്റെ ബേസിക്സ് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ സ്റ്റെബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ 3 കേസസ് ഏറ്റവും താഴെ നോക്കിയാണ് ഏറ്റവും 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഒന്ന് വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ ഉണ്ട്, പിന്നെ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഗൈറോസ്കോപ്പ് അത് കർവ്ഡ് പാത്തിൽ വെഹിക്കിൾ സ്റ്റേബിൾ ആവുന്നത്. ഈ 3 കാര്യങ്ങൾ ഇല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആയി പോകും. അൺസ്റ്റേബിൾ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കിഡ് ചെയ്ത് വീഴും. അപ്പോൾ എല്ലാ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിലും ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ മാത്രമേ കർവ്ഡ് പാത്തിൽ അത് സ്കിഡ് ആവാത്തേക്കോ, അല്ലെങ്കിൽ കർവ്ഡ് പാത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എല്ലാം വളഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്കിഡ് ആയി പോകും. അപ്പോൾ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ നമ്മൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ റിയാക്ട് ഗൈറോസ്കോപ്പിക് കപ്പിൾ. ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറഞ്ഞാൽ ആൾറെഡി നമ്മൾ പറഞ്ഞത് എന്താണ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് വെച്ചാൽ, നമ്മൾ ഒരേ ആക്സിസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആക്സിസ് ചേഞ്ച് ചെയ്യും. റൈറ്റ് സൈഡോ ലെഫ്റ്റ് സൈഡോ ചെയ്യുമ്പോൾ ആക്സിസ് ചേഞ്ച് ചെയ്യും. ആക്സിസ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ ഒരു കപ്പിൾ ഉണ്ടാവും. അതിനാണ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് സൈഡ് തിരിയുകയാണെങ്കിൽ റൈറ്റ് സൈഡിലെ ഗൈറോസ്കോപ്പിക് കപ്പിൾ, ലെഫ്റ്റ് സൈഡിനെ പറയുന്ന പേര് റൈറ്റ് സൈഡിലെ ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന്, ലെഫ്റ്റ് സൈഡിനെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന്. എവിടെയാണോ തിരിയുന്നത് അതിനെ ആക്റ്റീവ് സൈഡ്, ഇല്ലാത്തതിനെ റിയാക്റ്റീവ് സൈഡ് എന്നാണ് പറയുന്നത്. അടുത്ത സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ട്, റൊട്ടേഷണൽ ഫോഴ്സ് ഉണ്ടല്ലോ കറങ്ങണം. അപ്പോൾ അതിനെയും കൺസിഡർ. അങ്ങനെ 3 കാര്യങ്ങളാണ് ഗൈറോസ്കോപ്പിക് കപ്പിളിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ കാറ് വെച്ചിട്ട് നമ്മളിപ്പം ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു റൈറ്റ് സൈഡാണ് തിരിയണമെങ്കിൽ നമുക്ക് ഇന്നർ വീൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഞാൻ ഇത് ഡയഗ്രാം കാണിച്ചിരുന്നു. അപ്പോൾ ഇതിൽ ഫ്രണ്ട് വീല് കാണിച്ചിട്ടുണ്ട്, റിയർ വീലും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് വീല് നമ്മളിപ്പം ഫ്രണ്ടിൽ നമ്മൾ ലെഫ്റ്റിട്ടാണ് ഇവിടെ കാണുന്നത്. രണ്ടാമത്തെ ഡ്രോയിങ് നോക്കിയാണ് ലെഫ്റ്റിലോട്ടാണ് തിരിയുന്നത്. ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ ഇന്നർ വീൽ എന്ന് പറഞ്ഞാൽ, അതായത് ഏറ്റവും കൂടുതൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഈ 2 വീലാണ്, എയും സിയും ആണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത്. അതിനെ പറയുന്ന പേര് ഇന്നർ വീൽ എന്ന് പറയും. അതേപോലെ സ്ട്രെസ് ഇല്ലാതെ ലിഫ്റ്റ് ആവണത്, ഇതുപോലെങ്കിൽ ലിഫ്റ്റ് ആവണം എന്ന് പറഞ്ഞാൽ ഔട്ടർ വീലാണ്. ഔട്ടർ വീൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡുള്ള വീൽ. അതിനാണ് എന്തെന്ന് പറയുന്നത് ഔട്ടർ വീൽ എന്ന് പറയും. ഇത് ഇന്നർ വീൽ എന്ന് പറയും. അപ്പോൾ എവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലെഫ്റ്റിന് റൈറ്റ് ആണ് തിരിയണമെങ്കിൽ ഇന്നർ വീൽ ഏതായിരിക്കും? ബിയും ഡിയും ആയിരിക്കും. ഔട്ടർ വീൽ ഏതായിരിക്കും? എയും സി ആയിരിക്കും. അപ്പം അതിനെ ബേസ് ചെയ്താണ് ഇന്നർ വീലും ഔട്ടർ വീലും പറയുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ മൊത്തം വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ W/4 ആണ്. മൊത്തം വെയിറ്റ് എന്ന് പറഞ്ഞാൽ W/4 ആണ്. കാര്യം എന്താണ്? ടോട്ടൽ വെയിറ്റിനെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് 4 വീലിൽ. അതിനെയാണ് W/4 എന്ന് ഇവിടെ ഇട്ടേക്കുന്നത്. അടുത്തത് P/2 Q/2 ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വീല്, റിയർ വീൽ. ഇനി അടുത്ത അതിൻ്റെ റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക്കിൻ്റെ പ്ലെയിൻ ഓഫ് സ്പിന്നിങ്. അപ്പോൾ ഏതിലാണോ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് പോകുന്നത്, അപ്പോൾ അതിനെ പ്ലെയിൻ ഓഫ് സ്പിന്നിങ് എന്ന് പറയുന്നു. പിന്നെ എങ്ങോട്ടാണോ തിരിയുന്നത് അതിനെയാണ് ഇപ്പോൾ ആരോ കാണിച്ചിട്ടുണ്ട്, പ്ലെയിൻ ഓഫ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ, റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആണ് തിരിയുന്നതെങ്കിൽ ലെഫ്റ്റിലെ ആ പ്ലെയിനാണ് ആക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുന്നത്. റിയാക്റ്റീവ് ആണെങ്കിൽ റൈറ്റിലോട്ട്. ഇനി അടുത്തത്, ഇതൊന്നും നമുക്ക് എക്സാമിന് ഇമ്പോർട്ടൻ്റ് അല്ല, ഞാൻ ജസ്റ്റ് ബേസിക്സ് പറയണേ ഉള്ളൂ. എക്സാമിന് ഒരു ഫോർമുല ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ ഇത് സ്റ്റേബിൾ ആണോ ഇല്ലയോ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഇത് ആക്സിസ് ഓഫ് പ്രിസഷൻ, നമ്മൾ നേരത്തെ പഠിച്ച പോലെ ആക്റ്റീവ്, റിയാക്റ്റീവ്, പിന്നെ ആക്സിസ് ഓഫ് പ്രിസഷൻ, ഡയറക്ഷൻ ഓഫ് വ്യൂ, ഇങ്ങനെ സ്പിന്നിങ് ഏതാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇനി അടുത്തത് സ്റ്റെബിലിറ്റി ഓഫ് ഫോർ വീൽ വെഹിക്കിളിന് ഞാൻ പറഞ്ഞ പോലെ 3 കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഡ്യൂ ടു വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ. വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓൺ ഈച്ച് വീൽ എന്ന് പറഞ്ഞാൽ W/4 അപ്വേർഡ്സും W/4 ഡൗൺവേർഡ്സും. അതായത് നമ്മൾ ടോട്ടൽ വെയിറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5000 ടൺ അല്ല 5 ടൺ അല്ലെങ്കിൽ 10 ടൺ എന്നുള്ള ഒരു ഇതുണ്ടെങ്കിൽ അത് /4 ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പം 5000 ആണെങ്കിൽ 5000 അല്ല 10,000 ആണെങ്കിൽ 10,000 /4 ചെയ്യുമ്പോൾ ഒരു വീലിന് 2500 കിലോഗ്രാം വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് വെയിറ്റ് ഓഫ് ദ ടോട്ടൽ വെഹിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഗ്രൗണ്ട് ചെയ്യുന്ന തിരിച്ച് ചെയ്യുന്നതാണ് അപ്വേർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത റിയാക്ഷൻ ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ. നമുക്ക് കൂടുതൽ അതിൻ്റെ തിയറി ഒന്നും വേണ്ട, ഇത് മാത്രം നോക്കിയാൽ റിയാക്ഷൻ ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ എന്ന് പറയുകയാണെങ്കിൽ C=ω/W × ω/P × 4I. ഇതാ ഫോർമുലയാണ്. ഈ ഫോർമുല വെച്ച് നമ്മൾ കപ്പിൾ കണ്ടുപിടിക്കണം. അപ്പം കപ്പിൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ω/W ആംഗുലർ വെലോസിറ്റി ഓഫ് വീൽ. അടുത്തത് ω/P എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ, മറ്റേ ആംഗുലർ വെലോസിറ്റി ഓഫ് വീല്.
അടുത്ത ഇത് അതിനെ 2π/60 ഇട്ട് കണ്ടുപിടിക്കുക. അടുത്ത ഒമേഗ പി എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ. വെലോസിറ്റി എത്ര ഇതിൽ വെലോസിറ്റി പോകുന്നോ അതിന്റെ റേഡിയസ് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രിസഷൻ കിട്ടുന്നത്. പ്ലസ് 4 × IW എന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ വീൽ പ്ലസ് ഓർ മൈനസ് ജി എന്ന് പറഞ്ഞാൽ റേഷ്യോ ആണ്. ഒമേഗ ഇ/ഒമേഗ പി എന്ന് പറയുന്നത്. ഒമേഗ ഇ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓൾറെഡി ഇവിടെ ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ എഞ്ചിൻ സെന്ററിലുണ്ട്, അതും കറങ്ങുന്നുണ്ട്. അതേപോലെ 4 വീലും കറങ്ങുന്നുണ്ട്. അപ്പൊ എഞ്ചിന്റെയും കൂടെ കൺസിഡർ ചെയ്യും. അപ്പൊ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒമേഗ ഇ/ഒമേഗ പി. ആംഗുലർ വെലോസിറ്റി ഓഫ് എഞ്ചിനും ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസഷനും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ഒമേഗ ജി എന്ന് കിട്ടുന്നത്. അപ്പൊ ജി ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി എഞ്ചിൻ എന്നാണ്. ഇത്രയും ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് സി കണ്ടുപിടിക്കുന്നത്, കപ്പിൾ. ഇനി സി വീല്, അത് കപ്പിളിന്റെ വീലിന്റെ കണ്ടുപിടിക്കണ ഇതാണ് ഫോർമുല. 4 × I ω p എന്ന് പറയുന്നത്. 4 എന്ന് പറഞ്ഞാൽ 4 വീലിന്റെ ഉള്ളതുകൊണ്ടാണ് കപ്പിൾ ഓഫ് വീല് കണ്ടുപിടിക്കുന്നത്. ഇതിൽ അടുത്ത കപ്പിൾ ഓഫ് എഞ്ചിൻ കണ്ടുപിടിക്കുന്ന ഐ/ഒമേഗ എല്ലാ എഞ്ചിന്റെ. ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എഞ്ചിൻ, ഒമേഗ ഇ എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ഓഫ് എഞ്ചിൻ, ഒമേഗ പി എന്ന് പറഞ്ഞാൽ പ്രിസഷൻ. അപ്പൊ അതിനെ ഇൻ ദ ടേം ഓഫ് ഒമേഗ പി എഴുതുമ്പോൾ ജി എന്ന് ഇടുന്നേ ഉള്ളൂ. അപ്പം മൊത്തത്തിൽ ഇതൊന്നും നമുക്ക് ഏറ്റവും മുകളിലുള്ള ഒന്നും നമുക്ക് ആവശ്യം വരത്തില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള P/2 C/2x, അതായത് C/2x ഇക്വലന്റ് ആയിരിക്കും P/2 എന്നുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ വാല്യൂ ആണ് P/2 എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നർ വീൽ ഔട്ടർ വീലിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇന്നർ വീല് 2 എണ്ണം, ഔട്ടർ ഒരു സൈഡാണ്. ഔട്ടർ വീല് അടുത്ത സൈഡ്. അപ്പോൾ 2 വീലാണ്. അപ്പോൾ P/2 Q/2 അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന ഡയഗ്രത്തിൽ. ഇന്നർ സൈഡ് P/2 എന്ന് ഇട്ടിരിക്കുന്നത്, ഔട്ടർ സൈഡും P/2 എന്ന് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നർ വീലും ഔട്ടർ വീലും ആക്റ്റീവും റിയാക്റ്റീവും. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ ആ കിട്ടുന്ന കപ്പിൾ ഉണ്ടല്ലോ, ഈ ഇക്വേഷനിൽ കിട്ടുന്ന കപ്പിളിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡിവൈഡ് ബൈ 2 × x എന്ന് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അതായത് ഒരു വീലോട്ട് ഇത് ഏറ്റവും മുകളിലത്തെ പടത്തിൽ റിയൽ ആക്സിസിന്റെ ഈ സൈഡിലാണ്. 2 വീലും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പം ഈ P/2 നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? C/2x എന്നുള്ള ഫോമിലായിട്ട് ഉണ്ട്. സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മോള് ഈ ഫോമിലായിട്ട് കണ്ടുപിടിക്കുക. 2 × x എന്ന് പറഞ്ഞാൽ വീല് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇത്രയും വെച്ച് P/2 എന്നൊരു കോൺസ്റ്റന്റ് ആണ്, അത് കണ്ടുപിടിച്ച് വെച്ചേക്കുക. അത് ഞാൻ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞുതരാം. അടുത്തത് പറഞ്ഞാൽ അതേപോലെ P/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഗിയറോസ്കോപ്പിക് കപ്പിളിന്റെ ഇതാണ്. ഇതേ സെയിം ഇതാണ് Q/2 എന്ന് പറയുന്നത്. അപ്പം 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഞാൻ പറയണത്. ഈ 3 കാര്യങ്ങൾ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ W/4 ആയിട്ട് എടുക്കുക. അടുത്ത റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ സി എന്ന് പറഞ്ഞാൽ P/2 എടുക്കുക. അടുത്ത മൂന്നാമത്തെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ Q/2 എടുക്കുക. അത് എങ്ങനെ എടുക്കണം പറഞ്ഞുതരാം. നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൺസിഡർ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോമുല M/2r ആണ്, മാസിന്റെ ആംഗുലർ വെലോസിറ്റിന്റെ റേഡിയസ്. അപ്പൊ ഇതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ V/r ആണ്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കപ്പിൾ കിട്ടും. C0 = Q × x ആണ് അതിന്റെ ജനറൽ ഫോമുല. അതായത് രണ്ട് സൈഡും Q/2 എന്നുള്ള ഒരു ഇടണം. കാര്യം അതായത് ഇന്നർ വീലും ഔട്ടർ വീലും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത്. അപ്പൊ Q/2 കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് C0 / 2x. ഇവിടെ C/2x, ഇവിടെ C0/2x. C0 കണ്ടുപിടിക്കാനുള്ള ഫോമുലയാണ് ഇത് മുകളിൽ കാണിച്ചേക്കുന്നത്, Q × x എന്നുള്ള ഫോമുല. അപ്പൊ അതിൽ നമുക്ക് Q/2 എന്നുള്ള ഒരു ഫാക്ടർ കണ്ടുപിടിക്കും. ഇതെല്ലാം നമുക്ക് പ്രോബ്ലം വരുമ്പോൾ കാണിച്ചു തരാം. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. W/4 ഗ്രേറ്റർ. അപ്പൊ നമ്മൾ നോക്കുക സ്റ്റെബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ 4 വീലറിന് W/4 എന്ന് പറഞ്ഞാൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ W ഒരു 10,000 എണ്ണം നോക്കുക. അപ്പൊ /4 ചെയ്യുമ്പോൾ 2,500 കിട്ടും. ആ 2,500 എപ്പോഴും ഗ്രേറ്റർ അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കണം P/2 Q/2 കൂടെ കൂട്ടിയാൽ. ഞാൻ അവിടെ ഒരു റൗണ്ട് ഇട്ടിട്ട് F/2 എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ P/2 + F/2 + Q/2ന്റെ ടോട്ടൽ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ ഈ W/4-നേക്കാളും കുറവായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റേബിൾ എന്ന് പറയാം. P/2 എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ. അടുത്ത റിയാക്ഷൻ ഡ്യൂ ടു സെൻട്രിഫ്യൂഗൽ ആണ് Q/2 എന്ന് പറയുന്നത്. അപ്പൊ ഈ P/2 കൂടെ എഞ്ചിന്റെ വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൺസിഡർ ചെയ്യണം. അപ്പൊ P/2 + F/2 + Q/2 ഈ ടോട്ടൽ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ W/4-നേക്കാളും ലെസ് ആയി അല്ലെങ്കിൽ ഈക്വൽ ആയിരുന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ലെസ് ആയിരുന്ന ഗ്രേറ്റർ ആയിരുന്നെങ്കിൽ ഒരിക്കലും അത് സ്റ്റേബിൾ ആവത്തില്ല എന്നാണ് കൺക്ലൂഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് ഈ 3 കാര്യങ്ങൾ കണ്ടുപിടിച്ച് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ഒരു പ്രോബ്ലം കാണിച്ചത്. അപ്പം ഇൻ അതർ വേർഡ്സ് സിമ്പിൾ ആയിട്ട് അവർ കാണിച്ചേക്കുന്നത് ഞാൻ എഴുതിക്കുന്ന ആ ഒരു ഇക്വേഷനാണ് കാണിച്ചത്, W/4 > something. അപ്പം ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ റേസിംഗ് കാർ വെയിറ്റ് 20 kN, വീൽ ബേസ് 2 മീറ്റർ. അപ്പൊ അതൊക്കെ തന്നിട്ടുണ്ട്, ഗിവൺ ഡേറ്റാസ് ഒക്കെ തന്നിട്ടുണ്ട്.
അപ്പൊ ഇതില് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യാനുള്ളത് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പം റിയാക്ഷൻ ഡ്യൂ ടു വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ W/4 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ 20 കിലോ ന്യൂട്ടൺ ആണ്. അപ്പൊ 20,000 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 5,000. അപ്പൊ ആദ്യത്തെ അതിന്റെ ആൻസർ ആയി W/4 ആൻസർ കിട്ടി. അപ്പൊ ഈ 5,000 P/2 Q/2 F/2 എല്ലാം കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസർ ഈ 5,000 അല്ലെങ്കിൽ അതിനേക്കാളും കുറവായിരുന്നാൽ ഇത് സ്റ്റേബിൾ ആയിരിക്കും എന്നാണ് നമ്മുടെ അസംഷൻ. ഇനി നമുക്ക് റിയാക്റ്റീവ് ഗൈറോസ്കോപ്പിക് കപ്പിൾ നോക്കാം. അതിൽ ω/E 2πN/c ω/E എന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് ω/E = 2πN/60. എഞ്ചിന്റെ RPM ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ω/W എന്ന് പറഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി ഓഫ് വീലിന്റെ, അത് V/R എന്നാണ് കണ്ടുപിടിക്കുന്നത്. വെലോസിറ്റി ഓഫ് വീൽ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ദ വീൽ. അത് വെച്ചിട്ട് നമുക്ക് ω/W കണ്ടു. ω/P എന്ന് പറഞ്ഞാൽ V/R ആണ്. വെലോസിറ്റി ഡിവൈഡ് ബൈ R ആണ്. ആംഗുലർ വെലോസിറ്റി ഓഫ് പ്രിസഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം കണ്ടുപിടിക്കുക. ഇനി നമ്മൾ നോക്കുക അതിൽ 2 കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ. ഒന്ന് ഡ്യൂ ടു റിയാക്ഷൻ ഗൈറോസ്കോപ്പിക് കപ്പിൾ വീലിൻ്റെതും പിന്നെ രണ്ടാമത്തെ എഞ്ചിൻ്റെയും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വീലിൻ്റെ P/2 കണ്ടുപിടിക്കണം, എഞ്ചിൻ്റെ F/2 കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഗൈറോസ്കോപ്പിക് കപ്പിൾ 4 വീൽസിന്റെ 4 IW Iω എല്ലാം ω/W ω/E എല്ലാം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ CW കിട്ടും. CW ഡിവൈഡ് ബൈ 2x ചെയ്യുമ്പോൾ P/2ന്റെ ആൻസർ കിട്ടും. ഓക്കെ. അടുത്ത രണ്ടാമത് റിയാക്ഷൻ ഡ്യൂ ടു ഗൈറോസ്കോപ്പിക് കപ്പിൾ ഡ്യൂ ടു റൊട്ടേറ്റിംഗ് പാർട്സ് ഓഫ് ദ എഞ്ചിൻ. എഞ്ചിനിലെ റൊട്ടേഷൻ പാർട്സ് ഏതൊക്കെയാണ്? അപ്പോൾ വീണ്ടും അതേപോലെ ω/E കണ്ടുപിടിക്കുക. വീലിനെ മാറ്റിയിട്ട് എഞ്ചിന്റെ ആംഗുലർ വെലോസിറ്റി ഇടുക. ഇടുമ്പോൾ നമുക്ക് F/2യുടെ ആൻസർ കിട്ടും. അത് അവിടെ അങ്ങ് വെച്ചേക്കുക. ഇനി അടുത്ത ലാസ്റ്റുള്ള Q/2 കണ്ടുപിടിക്കുക. അതിന്റെ ഫോർമുല Fc/H ആണ് ഫോർമുല കപ്പിളിൻ്റെത്. അതായത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇൻറ്റു അതിന്റെ ഹൈറ്റ്, എത്ര ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. കപ്പിൾ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലോ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് Fc/H, ഹൈറ്റ് എത്രയാണ്? H ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. V²/R ആണ് Fc ഇൻറ്റു H ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ആൻസർ കിട്ടും. അതിൽ നിന്ന് കണ്ടുപിടിക്കണം Q/2 കണ്ടുപിടിക്കണം. അപ്പോൾ Q/2 എന്ന് പറഞ്ഞാൽ ഇതാണ് ഫോർമുല. ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു അതിന്റെ ഡിസ്റ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് Q/2 കിട്ടും. Q/2 കിട്ടി. ഇത്രയാണ് നമ്മൾ ആദ്യം ഇപ്പോൾ ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്തത്. ആദ്യം ചെയ്തത് ടോട്ടൽ W/4 കണ്ടുപിടിച്ചു, പിന്നെ P/2 കണ്ടുപിടിച്ചു, F/2 കണ്ടുപിടിച്ചു, അടുത്തത് Q/2 കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ ഫൈനലി നമ്മൾ ഓരോ വീലിൻ്റെയും അവർ ചോദിച്ചേക്കണം, ഓരോ വീലിൻ്റെയും ഇത് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ വീലിൻ്റെയും കണ്ടുപിടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫ്രണ്ട് വീൽ 1 എടുത്തു, ഫ്രണ്ട് വീൽ 2 എടുത്തു, റിയർ വീൽ 3 എടുത്തു, റിയർ വീൽ 4 എടുത്തു. അപ്പോൾ ഫ്രണ്ട് വീൽ 1 എടുക്കുമ്പോൾ ഇതാണ് ഇക്വേഷൻ. ഓരോ വീല് സ്റ്റേബിൾ എങ്ങനെ ആവുമെന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്നർ വീല് റിയാക്ഷൻ ഫ്രണ്ട് വീല് ഇന്നർ വീലാകുമ്പോൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു W/4. അപ്പം ഇവര് കണ്ടുപിടിച്ച് ചെയ്യണത് ഇന്നർ വീലിന്റെ ബേസിസിലാണ് കണ്ടുപിടിച്ചത്. അപ്പൊ നമുക്കറിയാം ഇന്നർ വീൽ എന്ന് പറഞ്ഞാൽ ഏതാണ്? ലെഫ്റ്റിൽ തിരിയുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡുള്ള 2 ഇന്നർ വീലാണ്, റൈറ്റിൽ തിരിയുമ്പോൾ റൈറ്റിലുള്ള 2 ഇന്നർ വീലാണ്. അപ്പൊ ഔട്ടർ വീലാകുമ്പോൾ ഇപ്പൊ ലെഫ്റ്റിലാണ് തിരിയുന്നെങ്കിൽ ഈ പടത്തിൽ കാണിച്ചത്, ലെഫ്റ്റിലാണ് തിരിയുന്നെങ്കിൽ ഈ എയും സിയും ഇന്നർ വീലായിരിക്കും, ബിയും സിയും ഔട്ടർ വീലായിരിക്കും. അതേപോലെ റൈറ്റിലാണ് തിരിയുന്നെങ്കിൽ ബിയും ഡിയും ഇന്നർ വീലാവും, എയും സിയും ഔട്ടർ വീലാവും. സോ ഇതിന്റെ ബേസിസിലാണ് ഇവരിപ്പം ഇട്ടേക്കുന്നത്. അതായത് ഫോർമുല എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഫ്രണ്ട് വീൽ എടുത്തു, അപ്പൊ ലെഫ്റ്റ് സൈഡാണ് തിരിയുന്നത്, W/2 = അപ്പൊ ഇതെല്ലാം എങ്ങനെ എഴുതുക, എഴുതിയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലൊരു ട്രിക്ക് പറഞ്ഞത്, ഈ എല്ലാം W/2 ആദ്യത്തെ കേസിൽ W/2 മാത്രം പോസിറ്റീവ്, എല്ലാത്തിലും W/2 പോസിറ്റീവ് ആണ്, ബാക്കി എല്ലാം നെഗറ്റീവ് ആക്കുക. P/2 F/2 Q/2 എല്ലാം നെഗറ്റീവ് ആക്കുക. അവസാനത്തെ നാലാമത്തെ വീല് നോക്കി എല്ലാം പോസിറ്റീവ് ആക്കുക. അടുത്തത് P/2 Q/2 രണ്ടാമത്തെ എടുത്താണ് P/2 Q/2 പോസിറ്റീവ് ആക്കുക, ബാക്കി -F/2 നെഗറ്റീവ് ആക്കുക. അടുത്ത മൂന്നാമത്തേതില P/2 Q/2 നെഗറ്റീവ് ആക്കി F/2 പോസിറ്റീവ് ആക്കുക. ഇങ്ങനെ ഷോർട്ട് ട്രിക്കിൽ കണ്ടുപിടിച്ചാൽ ഓരോ വീലിന്റെയും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചതെന്ന് വെച്ചാൽ, ലെഫ്റ്റിലോട്ട് തിരിയുമ്പോൾ ഇന്നർ വീലിന്റെ ഫ്രണ്ട് വീലാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് വരുന്നത്. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഏറ്റവും ബാക്കിലെ റിയർ വീല് ഏറ്റവും എന്താവും ലിഫ്റ്റ് ആവുന്നത്. ഏറ്റവും ബാക്കിലെ നേരെ ഓപ്പോസിറ്റിലാണ് ലിഫ്റ്റ് ആവുന്നത്. അതേപോലെ റിയർ വീലിലും അതേപോലെ. അപ്പൊ അത് മാത്തമാറ്റിക്കലി നമ്മൾ കണ്ടുപിടിക്കാനാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. പക്ഷെ അതിന്റെ ഷോർട്ട് കട്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. എല്ലാം W/2 ഫ്രണ്ട് വീൽ എടുക്കുകയാണെങ്കിൽ എല്ലാം നെഗറ്റീവ്, അവസാനത്തേൽ എല്ലാം പോസിറ്റീവ്. അടുത്ത രണ്ടാമത്തേൽ P/2 Q/2 പോസിറ്റീവ്, മറ്റേ മൈനസിന്. അടുത്ത മൂന്നാമത്തേൽ P/2 Q/2 നെഗറ്റീവ്, മറ്റേ F/2 പോസിറ്റീവ്. ഇത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒറ്റ പ്രോബ്ലം ഞാൻ ഇട്ടിട്ടുള്ളൂ, മറ്റേത് വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം. ഇതാണ് 4 വീലറിന്റെ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായോ?
മനസ്സിലായ സച്ചു? മനസ്സിലായി. ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് അങ്ങനെ തന്നാ മതി, ബാക്കി ഞങ്ങൾ ചെയ്ത സംശയം ചോദിച്ചാൽ. ഞാൻ ഇതിന്റെ ഇത് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ചുതരാം. ഇത് ഒരു പ്രോബ്ലം ഞാൻ ഇട്ടിട്ടുള്ളൂ, ബാക്കി 2-3 ഉണ്ടെങ്കിൽ ഞാൻ അയച്ചുതരാം. ഇതേപോലെ പറഞ്ഞു. അല്ല സാർ, ഇത് രണ്ടു ചെയ്താലും മനസ്സിലാവില്ല കുറച്ചും കൂടി. ഇപ്പം കുറച്ചൊരു ഐഡിയ കിട്ടി. ഓക്കെ. ഇത് അടുത്തത് അതേപോലെയാണ് 2 വീലർ. അപ്പൊ ഞാൻ 4 വീലറും 2 വീലറും കൂടെ അയച്ചു. 2 വീലറിൽ വേറെ സിമ്പിൾ ആണ്, C1 C0 കണ്ടുപിടിച്ചാൽ ബാലൻസിങ്. അത് ഞാൻ അയച്ചുതരാം. നിങ്ങൾ അത് നോക്കിയിട്ട് പഠിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിന്റെ PDF ഞാൻ അയച്ചുതരാം. ഇതിപ്പോ PPT അല്ലേ, PDF ഞാൻ ചെയ്ത് അയച്ചുതരാം. 4 വീലറും 2 വീലറും അയച്ചുതരാം. 2 വീലർ പറഞ്ഞാൽ W/4ന്റെ സ്ഥലത്ത് W/2 ഇടും, അത്രേ ഉള്ളൂ വ്യത്യാസം. സ്റ്റെബിലിറ്റിയും കൂടെ ഉള്ളത്. അതിന്റെ ഫോർമുല ഇട്ടുള്ള ഞാൻ അയച്ചുതരാം. ഓക്കെ, അപ്പൊ ഇതോടെ നമ്മൾ ഗൈറോസ്കോപ്പ് തീരും. ഇതിൽ 4 വീലറാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. എത്ര മാർക്കിന് എനിക്ക് സാർ ചോദിക്കണ? ഇത് 10 മാർക്കിന്.